കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്. ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി പദവി വഹിക്കുന്നു. അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വലിയ വിമുഖത കാണിക്കുന്ന നേതാവൊന്നുമല്ല. വളരെ സാധാരണക്കാർക്കിടയിൽ അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയാണ് പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വാർത്താ താരമാണ്. എല്ലായിടം പോയാലും വാർത്താ മാധ്യമങ്ങൾ അദ്ദേഹത്തെ പിന്തുടരും. എന്താണ് സുരേഷ് ഗോപി ചെയ്യുന്നത്, എന്താണ് സുരേഷ് ഗോപി പറയുന്നത്, അത് ഒരു കേന്ദ്രമന്ത്രി എന്ന പരിഗണന കൊണ്ടല്ല, സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ വാവിട്ട് പറയും എന്നുള്ള പ്രതീക്ഷയിലാണ് പലരും പോകുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എന്താണ് പറ്റിയത്? എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയോ അദ്ദേഹം? ഇല്ല, ഇപ്പോൾ സുരേഷ് ഗോപി കുഴപ്പത്തിലൊന്നും ചാടിയില്ല. നമ്മുടെ പിണറായി വിജയന്റെ മരുമകൻ റിയാസിനിട്ടൊരു പണി കൊടുത്തു. എങ്ങനെ? അതായത് പൊതുവേ ഈ പൊതുമരാമത്തിനെ കുറിച്ച് നമുക്ക് ഭയങ്കര പരാതികളാണ്. അതായത് ഈ എവിടെയെങ്കിലുമൊക്കെ റോഡ് നിർമ്മാണമോ അല്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നുമില്ല. ദേശീയപാത, കേരള ദേശീയപാത ഉണ്ടാക്കിയത് ഇവിടുത്തെ കേരള പൊതുമരാമത്ത് വകുപ്പാണ്. ബാക്കി പറയും. സത്യം. ആ പൊളിഞ്ഞതില്ല, അത് പൊളിഞ്ഞത് കേന്ദ്രം പണിഞ്ഞത്, ബാക്കിയെല്ലാം പണിഞ്ഞത് കേരള പൊതുമരാമത്ത് വകുപ്പ്. അതെ. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് പൊതുമരാമത്തിന്റെ ഏറ്റവും വലിയ കഴിവ് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വഴി നമ്മൾ തിരുവനന്തപുരത്ത് ഒന്ന് പോകണം. എത്തിയെന്ന് പറയാം. അതാണ് അവസ്ഥ. എന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷെ പൊതുവെ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ച് ഇത് ഇങ്ങേർക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അമ്മൂമ്മ പിന്നെ റീൽസിനൊക്കെ ഒരുപാട് ചെലവാക്കാൻ അറിയാം, പക്ഷെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇങ്ങേർക്ക് അറിയില്ല. ഒരു അമ്മൂമ്മയോട് ആരോ ചോദിക്കുന്ന, ഇനി ഒരു സമയത്ത് ഒരു മന്ത്രിയാവാൻ അവസരം കിട്ടിയാൽ ഏത് മന്ത്രി ആകണം? അപ്പൊ അമ്മൂമ്മ പറയണ, എനിക്ക് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകണം. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം, അടിച്ചു മാറ്റാം. എനിക്കാണെങ്കിൽ ആ കൂടെ 15 സെന്റ് സ്ഥലമേ ഉള്ളൂ. കുറച്ചുകൂടെയൊക്കെ ഉണ്ടാക്കി, കുറച്ചുകൂടെ വസ്തുവകകളൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുക്കണം. പിന്നെ നല്ല പൈസ അക്കൗണ്ടിലിടണം. അതുകൊണ്ട് എനിക്ക് പൊതുമരാമത്ത് വകുപ്പ് മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലായല്ലോ പൊതുമരാമത്ത് വകുപ്പ് എത്ര ഇതാണെന്നുള്ളത്. പിന്നെ മരുമകനായതുകൊണ്ടാണ്, കഴിവില്ലെങ്കിലും റിയാസിന് ആ പദവി കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ ആരോപിക്കുന്നുണ്ട്. നമ്മളല്ല, മറ്റാരോ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ആരോപണങ്ങൾ നിൽക്കുന്നു. പിന്നെ സുരേഷ് ഗോപിയെ കാണുമ്പോൾ മാധ്യമങ്ങൾക്ക് ഇത്ര ചൊറിച്ചിൽ എന്തെന്ന് വെച്ചാൽ, സുരേഷ് ഗോപി ഒരു BJP-കാരനാണ്. സുരേഷ് ഗോപി ഒരു CPM-കാരനായിരുന്നെങ്കിൽ സുരേഷ് ഗോപി പറയുന്നതൊക്കെ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലൊക്കെ വന്നേനെ. സുരേഷ് ഗോപി ഒരു CPM-കാരനോ കോൺഗ്രസ്സുകാരനോ ആയിരുന്നെങ്കിൽ ഇത് വലിയ പ്രശ്നമില്ല. സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അത് വാർത്തയാകില്ല, അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ സുരേഷ് ഗോപിയുടേതായ വഴിക്ക് വിടും. പക്ഷേ സുരേഷ് ഗോപി ഒരു BJP-കാരനായതുകൊണ്ട് ആദ്യം പെണ്ണ് കേസിൽ കൊടുക്കാൻ നോക്കി. ഒരു മാധ്യമ പ്രവർത്തകരുടെ തോളത്ത് അദ്ദേഹം കൈവച്ചു എന്ന് പറഞ്ഞ് ഇത് സ്ത്രീത്വത്തെ അങ്ങ് വല്ലാതെ അപമാനിച്ചു അദ്ദേഹം. അത് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്വപ്നയും സരിതയും ഒക്കെ വാ തുറന്നാൽ ഈ പറയുന്ന പല മഹാന്മാരെയും മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും ഇവിടെ പറയുന്നത് ദേഹത്ത് കൈവച്ചത് ദുരുദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിയെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയി അതങ്ങനെ കുറേ അതായി. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി എന്തോ കാണിച്ചു തരാം എന്നൊരു മാധ്യമ പ്രവർത്തനോട് പറഞ്ഞു. അത് പിന്നെ വലിയ വിഷയമായി സുരേഷ് ഗോപി ഭീഷണിപ്പെടുത്തി എന്ന രീതിയിൽ വന്നു. അങ്ങനെ ഇപ്പം വരുന്നത് സുരേഷ് ഗോപി നിവേദനം വാങ്ങിച്ചില്ല. കലിങ്ക് സംഗമം എന്ന് പറഞ്ഞൊരു പരിപാടി തൃശ്ശൂരിൽ അദ്ദേഹം ഈ കലിങ്കിലൊക്കെ ഇരുന്ന് പണ്ടത്തെ ആളുകൾ പറയുന്നത് പോലെയൊക്കെ അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അതിൽ അദ്ദേഹം ഒരു വയസ്സായ ഒരാൾക്ക് വന്നപ്പോൾ നിവേദനം വാങ്ങിച്ചില്ല. അപ്പോൾ തൊട്ടടുത്തിരുന്ന ആൾ നിവേദനം കൊണ്ടുവന്ന് ഇത് വാങ്ങാത്തത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിവേദനം ബാക്കിലേക്ക് ചുരുട്ടി മടക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുന്നിടത്താണ് ഒരു ജനപ്രതിനിധി യഥാർത്ഥ മുഖമുള്ളവനാകുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനി പിണറായി വിജയൻ്റെ മുമ്പിൽ ചെന്നിട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം നമുക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഇതെൻ്റെ വകുപ്പല്ല, എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹമാണ് ഒരു യഥാർത്ഥ നേതാവ്. അല്ലാതെ നടക്കുമെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ചവിട്ടി കുട്ടയിലേക്ക് എറിയുന്ന രീതി അതിൻ്റെ ആവശ്യമില്ല. എന്നെക്കൊണ്ടിത് പറ്റൂല, നിങ്ങളിത് പഞ്ചായത്തിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞതിൻ്റെതായ അവസ്ഥയിൽ എടുക്കാൻ ഒരുപക്ഷെ BJP-കാർക്കേ കഴിയൂ. അത് CPM-നോ കോൺഗ്രസിനോ കഴിയില്ല. പക്ഷെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കഴിയുമായിരിക്കാം, അറിയില്ല. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിലെ പരിപാടിക്ക് എത്തിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിടെ കുറേ സമയം നിന്നപ്പോൾ ട്രാഫിക് ബ്ലോക്ക്. പിന്നെ നടന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട്. പ്രേമലേട്ടൻ വീഡിയോ കണ്ടല്ലോ. അതായത് സുരേഷ് ഗോപി വണ്ടിയിൽ നിന്ന് ഇറങ്ങി, പിന്നെ അവിടെ തിരക്കായതുകൊണ്ട് ഓട്ടോ പിടിച്ച് അദ്ദേഹം ഓട്ടോയിൽ കയറി പോകണം. നമ്മുടെ 1 സിനിമയിൽ മമ്മൂട്ടി ചെയ്ത അതേ ഇത് തന്നെയാണ്. പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു റെയിൽവേ ട്രാക്കിന്റെ അപ്പുറവും ഇപ്പുറവും വെച്ചാണെന്ന് തോന്നുന്നു. ഉമ്മൻചാണ്ടി ഇതേപോലെ നടന്നു പോവുകയോ ഓട്ടോയിൽ പോവുകയോ അങ്ങനെ എന്താ ചെയ്തത്? ഈ കൗതുക വാർത്തയായിരുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു MP ആണ്. പിന്നെ അദ്ദേഹത്തിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും. ഇപ്പോൾ 42 വാഹനത്തിൻ്റെ അകമ്പടിയോടെ കേരളത്തിലെ ജനങ്ങളെ ഭയന്ന് നടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് അത്രയും സുരക്ഷയുള്ളപ്പോൾ ഒരു MP-ക്ക് അതിൻ്റെതായ സുരക്ഷ ഉണ്ടാവും. ആ സുരക്ഷയെല്ലാം മറികടന്നാണ്. അല്ലേ, കേന്ദ്രമന്ത്രിയാണല്ലോ അദ്ദേഹം നിലവിൽ, കേന്ദ്ര സഹമന്ത്രിയാണ് അദ്ദേഹം. അപ്പോൾ ആ സ്ത്രീക്ക് അദ്ദേഹത്തിന് സുരക്ഷ എന്തായാലും ഉണ്ടാകും. സ്വാഭാവികമായും അദ്ദേഹം ഒരു ഓട്ടോയിൽ കയറി പോകുക എന്നൊക്കെ പറയുമ്പോൾ പലരും വലിയ കമൻറ്റുകൾ വരുന്നുണ്ട്. ആ ഓട്ടോയിൽ പോയാൽ എന്താ ട്രാഫിക് ഉണ്ടാവില്ലേ? അപ്പോൾ ഇദ്ദേഹം വേറൊരു വഴി കൂടെയാണ് ഓട്ടോറിക്ഷയിൽ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാറ് കിടക്കുന്ന അവിടെ മുഴുവൻ ട്രാഫിക് ആയതുകൊണ്ടാണ് മറ്റൊരു സ്ഥലത്തേക്ക് നടന്നു വന്നിട്ട് ഇദ്ദേഹം ഓട്ടോ പിടിച്ച് വേറൊരു വഴിക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധിയാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറയണ്ടേ, ആംബുലൻസ് ഒന്നും കിട്ടിക്കാണില്ലായിരിക്കും. അതും കമന്റ് വന്നിട്ടുണ്ട്. ആംബുലൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിൽ പോണത്. നമ്മുടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പൂരസമയത്ത് അദ്ദേഹം ആംബുലൻസിൽ വന്നു കളഞ്ഞു എന്നുള്ളതാണ്. വേറെ വണ്ടി കിട്ടാത്തത് കൊണ്ട് അദ്ദേഹം ആംബുലൻസിൽ വന്നു. ആയിക്കോട്ടെ. അതിലിപ്പോ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറയാൻ കഴിയുമോ? ഇല്ല, തെറ്റ് പറഞ്ഞില്ല. അല്ല, നമുക്കത് പറയാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ എന്താ പറയുക, കേരളത്തിൽ എത്രയോ കോടിക്കാണ് ഈ ക്യാമറകൾ വെച്ചത്. ഇപ്പോൾ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കൊരു 6-7 വെറ്റി വന്നിട്ടുണ്ട്. അതോടെ എനിക്ക് മനസ്സിലായി ഇവിടെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പിന്നെ ഹെൽമെറ്റ് വെക്കാത്തതിന് ഹെൽമെറ്റ് എന്തോ വച്ചിട്ടും വണ്ടിയുടെ നമ്പർ മറഞ്ഞിരുന്നെന്നോ, അങ്ങനെ പൊടി പിടിച്ച് വണ്ടിയുടെ നമ്പർ മണ്ണടിഞ്ഞെന്തോ മറിഞ്ഞിരുന്നു, അതിന് വന്നു എന്നൊക്കെ പറഞ്ഞ ആള് വണ്ടി ഓടിക്കാതെ വീട്ടിൽ കിടക്കുന്ന വണ്ടിക്ക് പറ്റി വരുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ക്യാമറ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല, എവിടെയൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ക്യാമറ വച്ച് അങ്ങനെ കുറേ അടിച്ചു മാറ്റി. ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുറേ പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലൊന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ ആളുകൾ ചോദിക്കാം, ബ്ലോക്കിൻ്റെ റിയാസ് എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. ബ്ലോക്കിന് അദ്ദേഹം ഒന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റോഡുകളൊക്കെ ഈ കൃത്യമായി നമ്മളിപ്പോൾ വൺ വേകൾ മാത്രമായല്ല ആളുകൾ ഉപയോഗിക്കുന്നത്. സൈഡിൽ കൂടെയും വഴിയും തെറ്റിച്ചൊക്കെ ആളുകൾ എടുത്തോണ്ട് പോകാറുണ്ട്. അതുപോലെ തന്നെ റോഡുകളുടെ പല സംഗതികളും അങ്ങനെയാണ്. കൃത്യമായ വഴിയിൽ കൂടെ ആയിരിക്കില്ല പോകുന്നത്, കൃത്യമായ റോഡ് സംവിധാനമായിരിക്കില്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പലയിടത്തും ഈ നമ്മൾ എറണാകുളത്ത് തന്നെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ വീടെത്തുക എന്ന് പറയുന്നത് വളരെ ദുരിതം പിടിച്ച ഒരു കാലഘട്ടമാണ്. ഇവിടെ പാലാരിവട്ടം പാലം പണിഞ്ഞ് 3-ാമത്തെ ദിവസം അത് തകർന്ന് തരിപ്പണമായി കോടികൾക്ക്, അത് കോൺഗ്രസിൻ്റെ കാലത്താണ്. അപ്പോൾ അത്തരത്തിൽ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് മുഴുവൻ പൊതുമരാമത്തിൻ്റെ തലയിലേക്കാണ് പോകുന്നത് എന്നുകൂടി അവർ ആലോചിക്കണം. പ്രത്യേകിച്ച് ഒരു MP ഒരു ഓട്ടോറിക്ഷയിലൊക്കെ ഇറങ്ങി പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിന് തന്നെ അപമാനമാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപമാനം എന്ന് പറയണ്ട, MP-ക്ക് കയറിയിരുന്നാൽ ഓട്ടോ ഉരുകി പോകത്തൊന്നുമില്ല. ഇല്ല, പോകത്തൊന്നുമില്ല. പക്ഷെ കേരളത്തിന്റെ പിന്നെന്താ സംവിധാനങ്ങൾ അത്രയും മോശമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ പിണറായി വിജയനാണ് വരുമ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് ആയിരുന്നുവെങ്കിൽ, ബ്ലോക്ക് ഉണ്ടാവില്ല എങ്കിലും ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ പിടിച്ചു പോവുമോ? ഇല്ല, ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ കറുത്ത വാഹനങ്ങൾ കിടന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നും ഇല്ല. എന്നാ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി എന്തായാലും ഒരു മാതൃക കാണിച്ചു. ഇനി ബ്ലോക്ക് ഉള്ളവർക്കൊക്കെ പിണറായി ഉൾപ്പെടെ ഉള്ളവർക്ക് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറി പോവാം.